എനിക്ക് ഷുഗറാണ്. ഷുഗറാണെന്ന് എനിക്ക് ഒരു കാര്യമില്ല. ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് 282 ഷുഗർ. അത് ചെക്ക് ചെയ്തോണ്ട് അത് അറിയാറായില്ലേ? അച്ഛൻ വിടണ്ട, നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഇതിന് കാരണം. അച്ഛൻ എന്ത് ചെയ്ത്? പാരമ്പര്യമാണ് ഇത്. അച്ഛനുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് പ്രായമായിട്ടാണ് വന്ന്. നിനക്ക് ചെറുപ്പത്തിലല്ലേ വന്നത്, അതിന് ഞാനാ കുറ്റക്കാരൻ? എന്റെ ജീവിതം പോയല്ലോ ദൈവമേ. ഞാൻ ഇനി എന്തിനാ ജീവിക്കണത്? എടാ, ഒരു ഷുഗർ വന്നെന്നും പറഞ്ഞ ജീവിതം പോവേണം എല്ലാവരുടെയും. ഷുഗർ നിസ്സാരമുള്ളതാ. ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ? എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ? ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ? അറ്റാക്ക് വന്നാൽ പോലും അറിയൂല, വേദന ഉണ്ടാവൂല. അത് വണ്ടി ഓടിച്ചാൽ അറിയാതെ ഉറങ്ങി പോകുന്നത്. എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞതല്ല. പൊട്ടൻ ചെറുക്കാൻ പരിഹാരം ഇല്ലാത്ത കാര്യമുണ്ടടാ. നിനക്ക് അങ്ങനെ പലതും പറയാ. നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ്. വായി തോന്നലൊക്കെ വാരി തിന്നുകയും ചെയ്യാം. എനിക്ക് പ്രായത്ര, എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റും. എടാ, അതിന് പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ? എന്നിട്ട് പെണ്ണ് ചായ കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ? എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗറാണെന്ന്. ഇനി മധുരവെള്ളം മുണ്ട് അതേ കുടിച്ചാൽ ഞാൻ അവിടെ തലയെ തല്ലി വീഴൂലേ ഷുഗർ കയറിയിട്ട്? നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നും ഇല്ല പ്യാരി. നീ നിന്റെ പാട് നോക്കല്. എനിക്ക് ഇനി ജീവിക്കണ്ട. എടാ, അതിന് മരുന്നൊക്കെ ഉണ്ട്. ഡോക്ടർ ആരെങ്കിലും കണ്ടാ പോരെ? ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് തിന്നണ ഞാനിത് കാണാനാ? പരിക്കുന്നു വരെ നിങ്ങൾ തിന്നണ ഞാൻ കാണണോ ഇവിടെ ഇരുന്ന്? ഈ ഒടുക്കത്തെ കുടുംബത്തെ വിചാരിച്ചതാണ് ഷുഗർ. എനിക്ക് ഇവിടെ ജീവിക്കണ്ടായിരുന്നു. ചത്ത് കളയാ മതിയായിരുന്നു. അല്ല എന്താ നീ ചെല്ലടി. എന്നെ തൊഴുതിട്ട് കാര്യമില്ല. ഈ ഷുഗർ മുമ്പേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ എൻ്റെ കൂടെ വന്നപ്പോഴാണ് അവനെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നി. അല്ല, ഇവന് ഈ ഷുഗർ വരാൻ കാരണം എനിക്കുള്ളത് കൊണ്ട് ഇനി പാരമ്പര്യമായിട്ട് അങ്ങനെ ആവോ? അങ്ങനെ ആവാം, അല്ലാതെ ആവാം. ഷുഗർ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അത് ഷുഗർ മാത്രമല്ല, പല അസുഖങ്ങളും അങ്ങനെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ളതുണ്ട്. രക്ഷയില്ല അല്ലേ സാറേ? അല്ല, ഭയപ്പെടണ്ട. നമുക്കെന്തായാലും ചികിത്സ ആരംഭിക്കാം. ഞാൻ 2-3 ടെസ്റ്റിന് എഴുതി തരാം. കാരണം അതല്ലെങ്കിൽ ഈ ഷുഗറിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പല അവയവങ്ങൾക്കും ഇത് ബാധിക്കും. ഡയബറ്റീസിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കണ്ണിന്, അതുപോലെ കിഡ്നിക്ക് ഒക്കെ വലിയ പ്രോബ്ലം ഉണ്ടാകും. സാറേ, എനിക്കിപ്പോൾ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ? അതെന്താ ജോലിക്ക് പോകാൻ കുഴപ്പം? മടിയില്ലെങ്കിൽ പോവാം. ഇല്ല, അതല്ല, ഈ കണ്ണ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിലാണ്. അത് കുഴപ്പമില്ല, പേടിക്കേണ്ട. എന്തായാലും നമുക്ക് ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ കറക്റ്റ് മെഡിസിൻ ചെയ്യാം, മാറിക്കോളും കേട്ടോ. എങ്ങനെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണം സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ല. ചോറാണോ കൂടുതൽ? ചോറൊന്നും അധികം കഴിക്കില്ല. പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരിക. അൽഫാമേ ചിക്കൻ അതും ഇതൊക്കെ കൊണ്ടുവരും. പിന്നെ കുറെ കോള കൊടുന്ന് കുടിക്കും, കുറെ ലൈസ് വാരി തിന്നും. അങ്ങനെയാ ഭക്ഷണ രീതിയൊക്കെ. ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെയാ? അത് കഴിക്കാറില്ല. ഒരു 11:30 മണിയൊക്കെ ആവും എണീക്കാൻ. ഈ ബ്രേക്ക്ഫാസ്റ്റ് വലിയ പ്രോബ്ലമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ നമ്മൾ ഈ അമിതവണ്ണം, മൈഗ്രെയിൻ, അതേപോലെ കൊളസ്ട്രോൾ, അതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് ഹൈപ്പോഗ്ലൈസീമിയാണ്. അത് തന്നെയാണ് എനിക്ക്. അതൊക്കെ സാറേ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കുറയുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ ബോധക്ഷയം ഉണ്ടാവും. പിന്നെ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അല്ല, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? ഹലോ, ഒരു ചെറുപ്പക്കാരനല്ലേ? നമുക്കിപ്പോൾ ടെസ്റ്റിന് എഴുതിയുണ്ടല്ലോ. എന്നാൽ ഞാൻ ഇതിപ്പോൾ തന്നെ പോയി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് അങ്ങനെ ആവട്ടെ. അത് എന്തായാലും റിസൾട്ടിന് ശേഷം നമുക്ക് മെഡിസിൻ എഴുതാം. ശരി. താങ്കൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൂടുതലും ഇല്ല കുറവും ഇല്ല, അങ്ങനെ നിൽക്കണം. മെഡിസിനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല? നടപ്പൊക്കെ ഉണ്ടല്ലോ. ഇയാളെയും കൂട്ടിക്കും. ശരി സാറേ, മെഡിക്കൽ സയൻസിൽ എന്തെങ്കിലും സാധ്യത എന്നൊന്ന് രക്ഷിച്ചെടുക്കണം. ടെൻഷൻ അടിക്കണ്ട. അത് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ നടപ്പൊക്കെ രാവിലെ
കുറച്ച് ദൂരം നടക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെയൊന്നും പിടിക്കല്ലേ, നടക്കട നേരെ നടക്ക. എന്താ ഇവിടെ ഇരിക്കണ? പുറത്തോട്ടൊന്നും പോണില്ലേ? ഇടാ ചെറുക്ക, എണീക്കട അവിടുന്ന്. മണ്ടൂന്നി പാടില്ലാത്ത ആളാണ്. എന്റെ മെക്കിട്ട് കയറില്ല. ഞാനിവിടെ കിടന്നോട്ടെ, ജീവിതം വെറുത്തിരിക്കുകയാണ്. മര്യാദക്ക് ഞാൻ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോ നീ എന്താ പറയാറ്? എനിക്ക് ഇവിടുത്തെ ആവി ഉറക്കണ ഇഡലി വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്ന് ഇവിടുന്ന് വേണമെങ്കിൽ ആവി പിടിച്ചോളാണ്. വീണവനെ ചവിട്ടല്ലേടി. എന്തായിരുന്നു അഹങ്കാരം? ഞാൻ നിന്നോട് തർക്കിക്കാനും ജയിക്കാനും ഒന്നുമില്ല. എനിക്ക് ഇനി അവിടെ നിന്ന് വിളി വരണം, പോണം. ഇങ്ങോട്ട് എണീറ്റിരിക്കാൻ നീ. എന്റെ കൈയും കാലൊന്നും പൊങ്ങണില്ല എന്ന് പറഞ്ഞില്ലേ? ഒരാവത് കിട്ടല്ല. കണ്ട എന്ത് ഒരു ബലക്കുറവ്. ഓക്കെടാ, ഞാൻ വിളിക്കാം. മന്മതേട്ടൻ എണീറ്റിരിക്കാൻ അങ്ങോട്ട്. വെറുതെ ഇരിക്കുന്നു. എന്താ ചൂട്? ഭയങ്കര ചൂട്. കോഴിക്കോട് ഇത്ര ചൂടില്ല. കോഴിക്കോട് വരുന്നോ? ഇന്നലെ രാത്രി എത്തിയല്ലേ ഉള്ളൂ. ഇത് പ്യാനിയല്ലേ? എടാ, നിനക്ക് ഈ വേഷം തീരെ ചേർന്നില്ല. ഇത് എന്ത് കോലമാണിത്? വേഷത്തിലൊക്കെ എന്തിരിക്കുന്നു മന്മേട്ട. കോഴിക്കോട് നിനക്ക് ഇഷ്ടമുള്ള അലുവ കൊണ്ടുവന്നിട്ടുണ്ട്. ചുവപ്പ്. അതെ, ഇത് നമ്മൾ നേരത്തെ കിട്ടുന്ന അലുവ പോലത്തല്ല. നല്ല വാക്കി വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. ഞാൻ അടുത്ത് കഴിക്കും. പറ്റൂല മന്മേട്ട. പല്ല് വേദന ഉണ്ടാ? പിന്നെ ഷുഗറാണ്. ഷുഗർ അല്ല, ഇവന് ഷുഗർന്ന് ആര് പറഞ്ഞേ? അതെ, എന്റെ ഷുഗർ ചെക്ക് ചെയ്യാൻ വന്നപ്പോ അവൻ കൂടെ ഉണ്ടായിരുന്നു. എന്തോ അവന്റെ നല്ല ബുദ്ധിക്ക് അവനും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നി. അത് നന്നായി. 282 2-3 ദിവസം മുമ്പ്. ഇപ്പൊ 10-350 ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് വെറുതെ ആവല്ലേ? അവനൊന്നും കഴിക്കണില്ല ഇപ്പ. എടാ, നീ ഒന്നും കഴിക്കാണ്ടിരുന്ന ഷുഗർ കൂടും, അതറിയില്ലേ? അപ്പൊ കഴിച്ചാലും ഷുഗർ വരുമെന്ന് പറഞ്ഞു. എടാ പ്യാരി, ഈ ഷുഗർ ഉള്ള ആൾക്കാർ സമയാസമയം കഴിക്കണം. പിന്നെ നിനക്കിത് തുടക്കമല്ലേ, ഇത് പ്രശ്നമൊന്നുമില്ല. എന്ത് എവിടെ കഴിച്ചേ? എണീറ്റ് നേരെ ഇരിക്കണം. അവന് പേടിയാണെന്നേ. അവനൊന്നും തിന്നാൻ പറ്റൂല, അവൻ ഇപ്പൊ മരിക്കും പറഞ്ഞാണ് ഓരോ നിമിഷം അവൻ തള്ളി നിൽക്കുന്നത്. എടാ പ്യാരി, അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ മരിച്ച് മണ്ണടിയേണ്ട സമയം കഴിഞ്ഞില്ലേ? നിനക്ക് ഷുഗർ ഉണ്ട്? സുഖതേട്ടാ, കഴിഞ്ഞ 16 വർഷമായിട്ട് ഷുഗർ ഉള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണേ? അത് ഞാൻ മാത്രം അറിഞ്ഞാ പോരെ. മാത്രമല്ല, ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖമല്ല, രോഗമല്ലേ. നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇനി ഈ ഷുഗർ വരാനുള്ള അവസ്ഥകൾ എന്താണെന്ന് അറിയാം? നീ എത്ര മണിക്കാ ഉറങ്ങണേ? അത് 12 മണി, ചിലപ്പോ 1 മണി. രാവിലെ എണീക്കണതോ 10 മണി കഴിഞ്ഞിട്ടും. ബെസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം. അതിന് നമ്മൾ മരുന്ന് കഴിക്കണം, ഡോക്ടർമാർ പറയണം. അത് മരുന്ന് കഴിക്കുക, പിന്നെ വ്യായാമം ചെയ്യുക, സമയത്ത് ഉറങ്ങുക. ഞാൻ നടക്കാൻ പോകുമ്പോ ഈ കഴുതാൻ എന്നും വിളിക്കും, വരില്ലെന്നേ, തിരിഞ്ഞങ്ങോട്ട് കിടക്കും. അത് പറ്റില്ല. രാവിലെ എണീറ്റ് ഒരു 45 മിനിറ്റ് നീ നടന്നാൽ മതി. ഒന്ന് നിന്റെ ഈ ഷുഗറൊക്കെ പമ്പ കിടക്കും, നിനക്ക് ഗുളിക തന്നെ മാറ്റാം. ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ ഒരു ഡോക്ടർ പറഞ്ഞത് വന്നാ മരണം വരെ മാറൂല, നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ. എടാ, ഇത്രയും പഠിപ്പും വിവരമുള്ള നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഡോക്ടർ തെറ്റായ വിവരങ്ങൾ തന്നെ അതങ്ങോട്ട് വിശ്വസിക്കുക, എന്നിട്ട് പേടിച്ച് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുക. ഇതുപോലത്തെ കുറെ ഡോക്ടർമാരും ആശുപത്രികളും മരുന്ന് കമ്പനികളും കൂടെ ചേർന്നിട്ടാണ് ഈ ഡയബറ്റീസിനെ ഇങ്ങനെ ഒരു മാറാ രോഗമാക്കി മാറ്റി വെച്ചേക്കണം. മാസാമാസം കോടികളാണ് വിദേശത്തേക്ക് പോണത് ഇവിടുന്ന്. എൻ്റെ സുഖതേട്ടാ, ഒരു മരുന്ന് കഴിക്കേണ്ടവനെ കൊണ്ട് 10 മരുന്ന് കഴിപ്പിക്കും. എന്നിട്ട് ഇവൻ ഈ മരുന്നെല്ലാം കൂടെ വാരി കഴിച്ചിട്ട് അവൻ്റെ കിഡ്നി, അവൻ്റെ ലിവർ, അവൻ്റെ സർവത്ര അടിച്ചു പോകും. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ആയി, ഡയാലിസിസ് ആയി, അവസാനം അവൻ്റെ കുടുംബം വരെ വിൽക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവിടും. അപ്പൊ ഇതിന് മരുന്നൊന്നും കഴിക്കണ്ടെന്നാണ് പറയണ? എടാ, മരുന്ന് കഴിക്കണം, ആവശ്യത്തിനുള്ള മരുന്ന് കഴിക്കണം. അല്ലാതെ ഉള്ള എല്ലാ മരുന്നും കൂടെ വലിച്ചു വാരി കഴിക്കണ്ട.